അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് റമളാൻ 15. നോമ്പുകാരിയായി റബ്ബിലേക്ക് അലിയാൻ കൊതിച്ച നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രകഥ നമുക്കൊന്ന് കേട്ടാലോ. ഇതൊരു ആത്മീയതയുടെ കഥയാണ്. ബീവി നഫീസത്ത് ബീവി റഹിമഹല്ലാഹ് റബ്ബിലേക്കുള്ള ആകാംക്ഷ ബീവിക്ക് അത്യധികം ഇഷ്ടമായിരുന്നു. അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിൽ അലിഞ്ഞു ചേരണം എന്നുള്ള മനസ്സിനുള്ളിലെ ആ ഒരു ആകാംക്ഷ. ദുനിയാവിലെ സുഖസൗകര്യങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ പ്രീതിയെ വലിയതായിട്ട് കണ്ട ഒരു മഹത്തായ സ്ത്രീയുടെ കഥ. അത് നഫീസത്ത് ബീവിയെ എല്ലാവരും വിളിച്ചിരുന്നത് സെയ്ദത്ത് നഫീസ എന്നായിരുന്നു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി കുടുംബത്തിലാണ് അവർ ജനിച്ചത്. ഹിജ്റ 145 വർഷത്തിൽ ജനിച്ചു. അവർ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുയുടെ മകളായിരുന്നു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായിട്ട് വരും. ചെറുപ്പം മുതൽ തന്നെ നഫീസത്ത് ബീവിക്ക് ഈമാൻ നിറഞ്ഞ ഹൃദയമായിരുന്നു. മറ്റു കുട്ടികൾ കളിച്ചിരുന്ന സമയത്ത് അവർ ഖുർആൻ വായിച്ചും ദുആ ചെയ്തും സമയം ചിലവഴിച്ചു. അവൾക്ക് അറിവിനോടുള്ള ആകാംക്ഷ അതിശയകരമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി. ഹദീസ്, ഫിഖ്ഹ്, തഫ്സീർ എന്നിവ പഠിച്ചു. അവരുടെ വീട്ടിൽ അറിവിൻ്റെ മഹ്ഫിൽ നിറഞ്ഞിരുന്നു. പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും അവരുടെ അടുക്കലെത്തി പഠിച്ചു. അവരിലൊരാൾ പിന്നീട് ലോകം മുഴുവൻ ആദരിച്ച ഇമാമായിരുന്നു. അതെ, ഷാഫിഈ റഹിമഹുല്ലാഹ്. ഷാഫിഈ റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യനായിരുന്നു. ഇമാം ഷാഫിഈ നഫീസത്ത് ബീവിയുടെ അറിവിനെയും ആത്മീയതയെയും വളരെയധികം മാനിച്ചിരുന്നു. അവർ പലപ്പോഴും അദ്ദേഹത്തിന് ദുആ ചെയ്തിരുന്നു. നഫീസത്ത് ബീവിയുടെ ജീവിതം നോമ്പിൻ്റെ ഒരു നീണ്ട പാതയായിരുന്നു. അവർ വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പ് നോൽക്കുമായിരുന്നു. ചൂടേറിയ മരുഭൂമിയിലെ ദിവസങ്ങളിലും അവർ വെള്ളം പോലും കുടിക്കാതെ റബ്ബിനെ ഓർത്തു നിന്നു. ആളുകൾ ചോദിക്കും, അല്ലുമ്മ, നിങ്ങളുടെ ശരീരം ഇത്ര ദുർബലമാണ്, ഇത്രയും നോമ്പ് എങ്ങനെ നിങ്ങൾ പിടിക്കുന്നു, അതും ഈ മരുഭൂമിയുടെ കൊടും ചൂടിൽ? എന്നാൽ അവർ ചിരിച്ചു പറയും, ഇത് ദുനിയാവിലെ വിശപ്പാണ്, പക്ഷേ ആഖിറത്തിൽ ലഭിക്കുന്ന സുഖം ശാശ്വതമാണ്. അവർ ജീവിതത്തിൽ അനേകം പ്രാവശ്യം ഹജ്ജ് ചെയ്തു. മക്കയിലേക്ക് യാത്ര ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന ഒന്നായിരുന്നു. കഅബ കാണുമ്പോൾ കണ്ണു നിറയും. റബ്ബേ, ഞാൻ നിന്നെ കാണാനുള്ള ആഗ്രഹത്തിലാണ്. അത് പറഞ്ഞുകൊണ്ട് അവർ ദുആ ചെയ്യും. പിന്നീട് അവർ മിസ്രിൽ താമസമാക്കി. അവിടുത്തെ ജനങ്ങൾ അവരുടെ ആത്മീയത കണ്ട് അത്ഭുതപ്പെടുകയായിരുന്നു. അവരുടെ വീട്ടിൽ രാത്രികൾ മുഴുവൻ നിസ്കാരവും ദുആയും. ജനങ്ങൾ വന്നു പ്രശ്നങ്ങൾ പലതും പറയും. അവർ ദുആ ചെയ്താൽ അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കുമെന്ന വിശ്വാസം ജനങ്ങളിലുണ്ടാകുമായിരുന്നു. അതെ, പല ആളുകൾക്കും ഫലങ്ങൾ ലഭിച്ചു തുടങ്ങി. ജീവിതങ്ങൾ പരീക്ഷണങ്ങളല്ലാത്തതല്ലല്ലോ. കുടുംബത്തിലെ വിയോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം അവർ ക്ഷമയോടെ ഏറ്റെടുത്തു. സ്വബർ ഇല്ലാതെ ജന്നത്ത് ലഭിക്കില്ല എന്നതായിരുന്നു അവരുടെ വാക്ക്. എല്ലാം ക്ഷമിച്ചാൽ മാത്രമേ അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കൂ എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ജീവിതത്തിലെ അവസാന കാലഘട്ടത്തിൽ അവർ കൂടുതൽ നോമ്പും ഇബാദത്തും വർദ്ധിപ്പിച്ചു. അവർ പലപ്പോഴും പറയും, എൻ്റെ റബ്ബിനെ കാണാനുള്ള ആകാംക്ഷ എൻ്റെ ഹൃദയം കാത്തിരിക്കുന്നു. ഒരു ദിവസം അവർ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരു ആയത്ത്, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുക. അവരുടെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം വിങ്ങി. റമദാനിലെ ഒരു ദിവസം അവർ നോമ്പിലായിരുന്നു. ആരോഗ്യനില വളരെ ദുർബലമായിരുന്നു. ആളുകൾ പറഞ്ഞു, ഇന്നെങ്കിലും നിങ്ങൾ നോമ്പ് തുറക്കൂ, അല്ലാതെ നിങ്ങൾ ഇത്രമാത്രം ക്ഷീണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, 30 വർഷം ഞാൻ റബ്ബിനായി നോമ്പ് നോറ്റു. ഇന്നും അവൻ്റെ അടുക്കൽ പോകുമ്പോൾ ഞാൻ നോമ്പിൽ തന്നെയാവട്ടെ, ഞാൻ നോമ്പുകാരിയാവട്ടെ. മഗ്‌രിബ് സമയത്തിന് മുമ്പ് തന്നെ അവർ അള്ളാഹുവിലേക്ക് പോവുകയാണ്. അവരുടെ ആത്മാവ് ശാന്തമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു. നോമ്പിൻ്റെ അവസ്ഥയിൽ തന്നെ അവർ വഫാത്താവുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാൽ ഇന്ന് പോലും സയ്യിദ
നഫീസത്ത് ബീവി പള്ളിയിൽ അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ പോകുന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വേഗം ഉത്തരം കിട്ടും എന്നുള്ള ഒരു ആശ്വാസം എല്ലാവരിലും ഉള്ളത് കൊണ്ട് തന്നെ. എന്നാൽ നഫീസത്ത് ബീവി നമുക്ക് പഠിപ്പിച്ചത് ഇതായിരുന്നു. നോമ്പ് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. 30 വർഷം നോമ്പ് അനുഷ്ഠിച്ച മഹദിയാണവർ. അപ്പോൾ ദുനിയാവിലെ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊന്നും നടക്കാതെ, അതൊന്നും ഇഷ്ടപ്പെടാതെ അള്ളാഹുവിലേക്ക് മാത്രം തൻ്റെ ജീവൻ മുഴുവനായിട്ടും സമർപ്പിക്കുകയായിരുന്നു ആ മഹദി. അറിവും ആത്മീയതയും കൈകോർക്കണം. ഒരുപാട് അറിവുകൾ നേടിയതായിരുന്നു അവർ. സ്വബർ ആണ് ജീവിതത്തിൻ്റെ രഹസ്യം, അതായത് ക്ഷമയാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാ കാര്യത്തിലും വിജയം നൽകും. ദുനിയാവ് താൽക്കാലികമാണ്, ആഖിറത്താണ് ശാശ്വതം. അതിന് ദുനിയാവ് ഒഴിവാക്കി ആഖിറത്തിലേക്കുള്ളതെല്ലാം നിങ്ങൾ ചെയ്യുക. നോമ്പുകാരിയായി റബ്ബിലേക്ക് അലിയാൻ ആഗ്രഹിച്ച ആ മഹത്തായ സ്ത്രീ, അവരുടെ ജീവിതം നമുക്ക് ശരിക്കും ഒരു പാഠം തന്നെയാണ്. റബ്ബേ, നിൻ്റെ പ്രീതിയേക്കാൾ വലിയ ലക്ഷ്യമില്ലല്ലോ. മഹദിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.